ഓരോരുത്തരെ കണ്ടാലറിയാം കള്ളനാണോ അല്ലേ എന്നുള്ളത്. നിങ്ങൾ എൻ്റെ ഡ്രസ്സ് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഞാൻ ബ്രാൻഡഡ് ഷർട്ടാണോ ഉപയോഗിക്കുന്നത്, എൻ്റെ പോക്കറ്റിൽ പിന്നെ എന്താ പറയുക നല്ല വിലപിടിപ്പുള്ള പേനയാണോ ഇരിക്കുന്നത്, ഞാൻ ഉപയോഗിക്കുന്ന കണ്ണടക്ക് 1,00,000 രൂപയുണ്ടോ, ഞാൻ കെട്ടിയിരിക്കുന്ന വാച്ച് ലക്ഷങ്ങൾ വിലമതിക്കുന്നതാണോ, ഇതൊക്കെ നോക്കിയാൽ തന്നെ ഒരാളെ നമുക്ക് വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഞാൻ വളരെ പരിമിതമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ വീടും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. വേറൊരാളുടെ പണത്തുമ്മലോ അവരുടെ ഊരമ്പലോ കൂര കെട്ടി താമസിക്കാൻ ഞാൻ ഒരു കാലത്തും ആഗ്രഹിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ CHൻ്റെയും മുനീറിൻ്റെയും ഒക്കെ ഒരു പാരമ്പര്യം, അതാണ് ഞാൻ ഇന്നും പുലർത്തുന്നത്. ഈ പുറമോടിയിൽ മാത്രം ഒരാളെ വിലയിരുത്തുന്നത് ശരിയാണ്? പുറമോടി തന്നെയാണ് പ്രധാനം. കാരണം അഴിമതി ഉണ്ടാക്കി പണം നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടാകാൻ വെക്കുകയല്ലല്ലോ, ആസ്വദിക്കാനും അനുഭവിക്കാനും വെക്കുകയല്ലേ. അപ്പോൾ അവരതെന്തായാലും അനുഭവിക്കും, ഉറപ്പാണ്, ഒരു സംശയമില്ല. അഴിമതിയിലൂടെ സമ്പാദിക്കുന്ന പണം അല്ലെങ്കിൽ അനധികൃതമായി സമ്പാദിക്കുന്ന പണം തീർച്ചയായിട്ടും അവരെ ഉപയോഗിക്കും, അവരുടെ മക്കൾ ഉപയോഗിക്കും. അവരുടെ മക്കളുടെ ഒക്കെ തന്നെ ജീവിത നിലവാരം നമുക്ക് കണ്ടാലും മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ മക്കളെയും നിങ്ങൾ അളന്നോളൂ, അവരൊക്കെ എങ്ങനെയാണ്. ഇപ്പം എൻ്റെ മോളിവിടെ മെഡിക്കൽ കോളേജിൽ ജനറൽ മെഡിസിന് MDക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവളെ പോയിട്ട് നിങ്ങൾ അവളുടെ അവളെ കണ്ടാലും ഇപ്പോൾ അവളുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കണ്ടാൽ മനസ്സിലാക്കുക ഓരോരുത്തരും എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന്. അപ്പം നമ്മളൊക്കെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്.